ജീവിതശൈലീ രോഗങ്ങളെക്കുറിച്ച് ചാലാക്കൽ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ ആതിര രാജേഷ് സംസാരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ മാറി വരുന്ന ജീവിതശൈലി നമ്മുടെ ശരീരത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതലായിട്ടും നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഡിപ്പെൻഡ് ചെയ്യുക, ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക, വീട്ടിലെ ആഹാരങ്ങൾ കഴിക്കുന്നത് കുറഞ്ഞു വരിക, ഇതൊക്കെയാണ് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. കൂടുതലായും വ്യായാമമില്ലാത്ത ഒരവസ്ഥ, കൂടുതലും ഒരു ഉദാസീനമായ ജീവിതശൈലിയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. പലർക്കും ഓഫീസ് ജീവിതങ്ങളാണുള്ളത്, കൂടുതലും ഇരുന്ന് ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ നമ്മുടെ വ്യായാമമില്ലായ്മ നമ്മുടെ ശരീരത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. മാനസിക പിരിമുറുക്കം കൂടുതലായിട്ടും ഇന്നത്തെ ഒരു യങ് ജനറേഷനിലായിക്കോട്ടെ മുതിർന്നവരിലായിക്കോട്ടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഒരു മാനസിക പിരിമുറുക്കം കൂടുതലായിട്ടുള്ളൊരു അവസ്ഥ. അതും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ക്രമമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാനാവുകയുള്ളൂ. ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും അതിൽ വരുന്നത് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, കരൾ അസുഖങ്ങൾ തുടങ്ങിയ അസുഖങ്ങളൊക്കെയാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങളായിട്ട് കൂടുതലും പറയുന്നത്. അതുപോലെ തന്നെ അമിതവണ്ണം, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെട്ടവയാണ്. കൂടുതലായിട്ടും നമുക്ക് പാരമ്പര്യമായിട്ടും കിട്ടുന്ന ഓരോ അസുഖങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങളിലുള്ള പ്രമേഹവും ഹൃദ്രോഗവും രക്തസമ്മർദ്ദവും ഒക്കെ. അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്ത് ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ നേരത്തെ എടുക്കേണ്ടതായിട്ട് വരും. പ്രമേഹം നമുക്ക് 2 തരത്തിലാണുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹം എന്ന് നമ്മൾ അതിനെ പറയും. അതിൽ ഏറ്റവും കൂടുതൽ സാധാരണമായിട്ട് കണ്ടുവരുന്നത് ടൈപ്പ് 2 വിഭാഗത്തിൽപ്പെട്ട പ്രമേഹമാണ്. അത് മുതിർന്നവരിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഒരു 40-50 വയസ്സിന് ശേഷം നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് ടൈപ്പ് 2 വിഭാഗത്തിൽപ്പെട്ട പ്രമേഹം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രമേഹ രോഗം നമുക്ക് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും അവരോട് പറയുന്നത് നമ്മൾ ഭക്ഷണ ശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളാണ്. നമ്മൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഭക്ഷണ രീതിയിലുള്ള മാറ്റം അത്യാവശ്യമായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട് പ്രമേഹ രോഗികൾക്ക്. അപ്പോൾ 3 പ്രധാന ഭക്ഷണങ്ങളോടൊപ്പം 3 ലഘു ഭക്ഷണങ്ങളും കൂടി കഴിക്കാനാണ് നമ്മൾ പ്രമേഹ രോഗികളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ വ്യായാമം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ. നേരത്തെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിലൂടെ നേരത്തെ നമുക്ക് ചികിത്സ ഉറപ്പാക്കാം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് അതിയായിട്ടുള്ള മൂത്രശങ്ക, നമുക്ക് വിശപ്പ് കൂടുതൽ, ദാഹം കൂടുതൽ, പെട്ടെന്നുള്ള ശരീരഭാരം കുറയുന്ന പോലുള്ള തോന്നലുകൾ, ഇതൊക്കെ പ്രമേഹ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. അപ്പം ഈ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്ന് കൃത്യമായിട്ട് എടുക്കുന്നത് ശീലിക്കേണ്ടതുണ്ട്. പലരും പ്രമേഹം നമ്മൾക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ പലരും മരുന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടുവരാറുണ്ട്. അത് നമ്മൾ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം നമ്മുടെ മരുന്ന് തുടർന്നുകൊണ്ട് പോകുന്നതും ഭക്ഷണ ശൈലിയിലുള്ള മാറ്റങ്ങളും നമ്മൾ കുറച്ചധിക കാലത്തേക്ക് നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദവും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അസുഖം തന്നെയാണ് രക്തസമ്മർദ്ദം. അതുകൊണ്ട് തന്നെ നമ്മളൊരു 40 വയസ്സൊക്കെ ശേഷം കൃത്യമായിട്ട് നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യുകയും ഷുഗർ ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. രക്തസമ്മർദ്ദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് തലവേദന, കൂടുതലായിട്ടുള്ള തലവേദന, ഹൃദയഭാഗത്തുള്ള അസ്വസ്ഥത, ഉറക്കക്കുറവ്, ഇതൊക്കെ നമുക്ക് രക്തസമ്മർദ്ദത്തിൽ കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ബ്ലഡ് പ്രഷർ അത് ഒരു 140-90 മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ചികിത്സകൾ തുടങ്ങേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ മറ്റ് ജീവിതശൈലി രോഗമാണ് അമിതവണ്ണം എന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം, നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റം ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ട് അമിതവണ്ണം തന്നെയാണ്. അപ്പോൾ അമിതവണ്ണം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. പ്രമേഹമായിക്കോട്ടെ, രക്തസമ്മർദ്ദമായിക്കോട്ടെ, ഹൃദ്രോഗമായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ വ്യായാമം നമ്മുടെ ജീവിതശൈലിയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കുറയാതെ വ്യായാമം ചെയ്ത് ശീലിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടവയാണ് ഹൃദ്രോഗം. ഹൃദ്രോഗത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രമേഹമായിക്കോട്ടെ, രക്തസമ്മർദ്ദമായിക്കോട്ടെ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ഹൃദ്രോഗം ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം ഹൃദ്രോഗം സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഹൃദയമിടിപ്പ് കൂടുതലായിട്ട് തോന്നുക, കാലിലുള്ള നീർവീക്കം, നെഞ്ചിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇടത് കൈയിലേക്ക് പോകുന്ന വേദന, ഇവയൊക്കെ ഹൃദ്രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്.
അപ്പോൾ അതുപോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനും തുടർന്നുള്ള ചികിത്സ സ്വീകരിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് അസിഡിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വയറ്റിൽ എരിച്ചിൽ പോലെ തോന്നുക, പുകച്ചിൽ പോലെ തോന്നുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് തികട്ടി വരിക, വായിലൊരു പുളിരസം തോന്നുക, ഇതൊക്കെ നമുക്ക് അസിഡിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ അസിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ തിരക്കുകൾ കാരണം പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക, തുടർന്ന് നമ്മൾ രാത്രിയിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഇതൊക്കെയാണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കാനുള്ള കാരണങ്ങളായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ കേട്ട ഈ പറഞ്ഞ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം, അസിഡിറ്റി തുടങ്ങിയവയൊക്കെ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശീലിക്കേണ്ടത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വർദ്ധിച്ചു വരുന്ന ജീവിത പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കാരണം നമ്മൾ മാനസിക പിരിമുറുക്കം കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടുതലായിട്ടും കൊണ്ടെത്തിക്കുകയാണുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. അതുവഴി മറ്റ് ജീവിതശൈലി രോഗങ്ങളെ തടയാനും ഒരു പരിധിവരെ നമുക്ക് സാധിക്കുന്നതാണ്.